യോഹന്നാൻ സെബദിയുടെ 2 പുത്രന്മാരിൽ ഇളയവനും ഈശോയ്ക്ക് പ്രിയപ്പെട്ടവനും മാത്രമായിരുന്നല്ലോ യോഹന്നാൻ. അതിനും അപ്പുറം എന്തോ ഒന്ന് അവനിൽ കാണാൻ സാധിക്കും. അതിൻ്റെ ഉത്തരമായാണ് കുരിശിൻ്റെ ചൂട്ടിൽ നിൽക്കുന്ന യോഹന്നാനെ നാം കാണുന്നത്. മനസ്സ് നിറയെ സംശയങ്ങളുടെ ഒരു കൂമ്പാരവുമായിട്ടാണ് അവനവിടെ നിൽക്കുന്നത്. ഒരുപക്ഷെ ഈശോയ്ക്ക് അറിയാമായിരുന്നിരിക്കാം ഇവൻ മാത്രമേ തൻ്റെ കുരിശിൻ്റെ ചൂട്ടിൽ കാണൂ എന്ന്. ഒരുപക്ഷെ അതായിരിക്കാം അവൻ പ്രിയപ്പെട്ടവനാകാനുള്ള കാരണം. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പും ഗുരുവിനോടുള്ള അതിയായ സ്നേഹവുമായിരിക്കാം മറ്റു ശിഷ്യന്മാർ ജീവന് വേണ്ടി ഓടി ഒളിച്ചപ്പോൾ യോഹന്നാൻ കുരിശിൻ്റെ ചൂട്ടിലെത്താനുള്ള കാരണം. കുരിശിൽ കിടക്കുന്ന ഗുരു, അവൻ തനിക്ക് ഏൽപ്പിച്ചു തന്ന അവൻ്റെ അമ്മ, തൻ്റെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരവും മാതാവിനെ സ്വന്തം അമ്മയുമായി അവൻ സ്വീകരിക്കുന്നു. കുരിശിൻ്റെ ചൂട്ടിൽ നിൽക്കുന്ന യോഹന്നാനെ പോലെ മറ്റുള്ളവരെ ശ്രവിക്കാനും അവരെ മനസ്സിലാക്കാനും അവരുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ അവരോട് കൂടിയായിരിക്കാനും നമുക്ക് സാധിക്കണം. അതിനായി ഈ നോമ്പുകാലത്ത് നമുക്ക് പരിശ്രമിക്കാം.